ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാനീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇതേപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ആപ്ലിക്കേഷനാണ് അഡോബ് ലൈറ്റ് റൂമും അതോടൊപ്പം സ്നാപ്സീഡ്. ഞാൻ ഏതായാലും ഇപ്പോൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് എഡിറ്റ് ചെയ്യേണ്ട JPG ആഡ് ചെയ്യുകയാണ്. അതിന് നമ്മളുടെ ആവശ്യത്തിന് ഉള്ള രീതിയിൽ JPG ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്ത ശേഷം നമുക്ക് വിൻറ്റേജ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വിൻറ്റേജിൻ്റെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീമെഡിറ്റ്സിൽ പോയി ബ്രഷ് എടുത്ത് നമ്മളുടെ ഡ്രസ്സിലും അതോടൊപ്പം ഫേസിലും ഹാൻഡിലും ആയത് റിമൂവ് ചെയ്യാനുണ്ട്. ഗൈസ്, അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി ബാക്ക് വന്നിട്ട് ഡബിൾ എക്സ്പോഷർ ചെയ്യുന്ന ഇതേപോലെ നമുക്കൊരു JPG ആഡ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്ന JPGയുടെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഗൈസ്, ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ബ്രഷ് എടുത്തിട്ട് ഡ്രസ്സിലും ഫേസിലും ആയത് റിമൂവ് ചെയ്യുവാണ്. ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞു. നമുക്കിനി ഒരു JPGയും കൂടി ഡബിൾ എക്സ്പോഷർ വരെ ആഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതിൻ്റെയും ബ്രഷ് വെച്ചിട്ട് നമ്മളുടെ ഡ്രസ്സിലായത് ഫേസിലായത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാം ഫോട്ടോ. ഗൈസ്, നമ്മളപ്പോൾ ലൈറ്റ് റൂമിലേക്ക് ഫോട്ടോ ആഡ് ചെയ്തു. ഇനി മൂന്നാമതൊരു JPGയും കൂടി ഉണ്ട്. അതിലെ സെറ്റിങ്സ് എല്ലാം കോപ്പി ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത JPGയിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് റൂമിലെ കളർ എന്ന ഓപ്ഷനിൽ നമ്മളുടെ ഡ്രസ്സിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്.
ഗൈസ്, നമ്മളുടെ JPG എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന JPG ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്.